എൻ്റെ ജേർണി ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് 2015 ഞാനൊരു ഇൻഫോ പാർക്കിൽ ഒരു അസോസിയേറ്റ് ആയിട്ട് ഒരു BPO സെക്ഷനിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. 2018 ഞാൻ വർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് പോവാണ്. പക്ഷെ എനിക്കത് പല കാരണങ്ങളും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ക്യാഷൊക്കെ മൊത്തം പോവുകയും ചെയ്തു. ആ സമയത്താണ് എൻ്റെ ഒരു കസിൻ എനിക്ക് MLM എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ആ സമയത്ത് അത് ചെയ്തേ പറ്റുള്ളൂ, കാരണം എൻ്റെ വേറെ ക്യാഷ് ഇല്ല. അങ്ങനെ ഞാനത് എൻ്റെ MLM ഞാനത് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊരു ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നു, കാരണം എൻ്റെ ഉള്ളത് എല്ലാം മൊത്തം പോയി എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇത് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ വന്ന് സ്റ്റക്കായി എല്ലാവരും, ഞാനും എല്ലാവരും സ്റ്റക്കായി വീട്ടിൽ തന്നെ ആയിരുന്നു. അത് ഞാൻ കാരണം നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തിരിച്ച് ജോലിക്ക് തന്നെ കയറി കൊച്ചി. ഞാൻ വീണ്ടും ഒരു വാട്ടർ പ്രൂഫിംഗ് കമ്പനിയിൽ ഞാൻ ഒരു മാനേജറായിട്ട് വീണ്ടും ജോലിക്കാൻ പോയി. എനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ജീവിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോയി. ഒരു വർഷം ഞാൻ വീണ്ടും മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലും സ്വന്തം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2022 ഞാൻ വീണ്ടും എൻ്റെ ജോലി റിസൈൻ ചെയ്തു. എന്നിട്ട് പുറത്ത് വന്നു. എന്നിട്ട് വീണ്ടും ഞാൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു. ആ സമയത്ത് എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ഞാൻ ബിപിന്റെ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കുന്ന സമയത്ത് ഒരു ആഡ് കണ്ടു. അതായത് ഡിജിറ്റൽ മാർക്കറ്റ്, നമുക്ക് എവിടെ ഇരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, ഇന്ന സമയം നല്ല നമുക്ക് എവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം, നമുക്ക് ലാപ്പും ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാം. അപ്പൊ ആഡ് കണ്ട് ആ സമയത്ത് എനിക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വേറെ ഒരു കാര്യത്തിന്റെ പറയായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഴ്സ് ചെയ്യുന്നത് 2023 ജൂലൈയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു മാസത്തെ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാനത് മൊത്തം പഠിച്ച് എന്താണ് ഈ സംഭവം, നമുക്ക് എങ്ങനെ ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൾറെഡി എൻ്റെ വൈഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം, ഓൾറെഡി ഇപ്പോൾ ഡിജിറ്റലാണ് എല്ലാം, വേൾഡ് ഇസ് ഗോയിങ് ഡിജിറ്റൽ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യത അറിയാം, എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിട്ട് മൊത്തത്തെ ഒരു മാസം കൊണ്ട് ഇത് മൊത്തം എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റ്, അതിൻ്റെ ഫേസ്ബുക്ക് ആഡ്സ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ബാക്കി അതിൻ്റെ കോപ്പി റൈറ്റിംഗ് എങ്ങനെ ക്ലോസ് ചെയ്യാം, ഇത് മാത്രം ഉണ്ടായാൽ പറ്റില്ല. ക്ലയൻസിനെ എങ്ങനെ ക്ലോസ് ചെയ്യാം, എന്നാൽ മാത്രമേ നമുക്ക് അതിൽ ലിങ്കം കിട്ടുള്ളൂ. അല്ലാതെ ഇത് പഠിച്ചതുകൊണ്ട് മാത്രമല്ല, അപ്ലൈയിങ് നോളജസ് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ ക്ലയൻസിനെ ക്ലോസ് ചെയ്യാം, ഇതൊക്കെ ഒരു മാസം കൊണ്ട് പഠിക്കുന്ന പ്രോഗ്രാം കിട്ടി. ഇപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പഠിക്കുന്ന കൂടെ തന്നെ ഞാൻ ക്ലയൻസിനോട് സംസാരിക്കാൻ പ്രോസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. 1-2 ക്ലയൻസ് വന്നു. അതിൽ ഒരു ക്ലയൻസിന് ചില കാരണങ്ങളാലും എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ 2 ക്ലയൻസ് ഇപ്പോൾ ഓൾറെഡി ഓക്കെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ലൊരു, അതായത് ചെറിയ എമൗണ്ട്, നമ്മൾ ഒരു മാസം ജോലി ചെയ്താൽ കിട്ടുന്ന പോലല്ല, അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി നമുക്ക് ഇതിൽ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ എത്ര എമൗണ്ട് ആണ് നമുക്ക് നമ്മുടെ സർവീസിന് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പേ ചെയ്യേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓസം ക്ലാസ് ആണ് ഇതിൻ്റെത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ജെനുവിനാണ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പലരും പല രീതിയിലും പഠിപ്പിക്കുന്നുണ്ട്, റൈറ്റ്. ഇതെല്ലാം നോളജും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉള്ള സപ്പോർട്ട് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. നമുക്ക് നമ്മളെപ്പോഴും എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ എല്ലാവരും എല്ലാം അറിയുന്നവരാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെയാണ്, നമ്മളൊന്നൊരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരുന്നുണ്ട്. കാരണം ഒറ്റയ്ക്കല്ല, ഒരു ടീമായിട്ടാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ടീം വർക്ക് വി ക്യാൻ അച്ചീവ് മോർ. അപ്പൊ ഇവിടെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. So anyone can join this community.